പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വയനാട് സന്ദർശനത്തിന് ശേഷം സമൂഹമാധ്യമങ്ങളിൽ നിറയുന്ന ഒരു ചിത്രമുണ്ട്. പ്രധാനമന്ത്രിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന 3 വയസ്സുകാരി റൂബിയ എന്ന കൊച്ചുമിടുക്കിയുടെ ചിത്രം. മഹാദുരന്തത്തിലെ അതിജീവനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് റൂബിയ. അവൾക്ക് ഇന്ന് ഉമ്മ മാത്രമേ ഉള്ളൂ. ഉപ്പയും സഹോദരങ്ങളും അടക്കം സർവ്വതും നഷ്ടപ്പെട്ടു. ദുരന്തത്തിൽ ഉറ്റവരെയും നഷ്ടപ്പെട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന റൂബിയയെയും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു. മോദിയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിന്റെ മുഖവും ചിരിയും കണ്ടവരുടെയെല്ലാം മനസ്സ് നിറയുന്നതാണ്. അതെന്റെ വീടിനടുത്തുള്ള സാറാണ്. ഞാൻ കെട്ടിപ്പിടിച്ചു, വിടില്ലെന്ന് പറഞ്ഞു. റൂബിയയുടെ വാക്കുകളാണിത്. പ്രധാനമന്ത്രിയാണ് കൂടെ നിൽക്കുന്നതെന്ന് കുഞ്ഞു റൂബിയക്ക് അറിയില്ല. മുഖം ചേർത്ത് പിടിച്ച് ആ വെളുത്ത താടിയിൽ തടവിയപ്പോൾ അവൾക്ക് വീടിനടുത്തുള്ള സ്കൂളിലെ സാറിനെയാണ് ഓർമ്മ വന്നത്രേ. ചൂരൽമലയിലെ തകർന്ന കെട്ടിടത്തിനുള്ളിൽ ചെളിയിൽ പൂണ്ട നിലയിലാണ് റൂബിയയെ കണ്ടെത്തിയത്. ശരീരത്തിലാകെ മുറിവേറ്റിരുന്നു. നിർത്താതെയുള്ള കരച്ചിൽ കേട്ടെത്തിയ അയൽവാസിയാണ് അവളെ കോരിയെടുത്ത് ആശുപത്രിയിലെത്തിച്ചത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം വെള്ളാർമല അടക്കം ദുരന്ത മേഖലകളിൽ നേരിട്ട് കാൽനടയെത്തിയ പ്രധാനമന്ത്രി ദുരന്തത്തിന്റെ ഭീകരത മനസ്സിലാക്കി ക്യാമ്പുകളിലും ആശുപത്രികളിലും എത്തി ദുരിതബാധിതരുമായി നേരിട്ട് സംസാരിച്ചിരുന്നു. പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾ. കാറുകൾ കടന്നു, അവിടൊക്കെ വണ്ടികളുണ്ട്. ഇവര് വീട്ടിൻ്റെ മുകളിൽ റോഡ് വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ദുരന്ത സ്ഥലത്തേക്കുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള റോഡ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് JCB. ബുള്ളറ്റ്, സ്കൂട്ടി, അവിടെ വേറെ ബൈക്ക് അവിടെ കിടക്കണം. കാറുകൾ കടന്നു അവിടെ.